ഭക്ഷണമൊക്കെ കിട്ടാതെ കുറേ കാലം ഭക്ഷണം കിട്ടാതെ ഇല്ല അടച്ചിട്ടിരുന്ന പിള്ളേർ ഭക്ഷണം കാണുമ്പോൾ ഓടി പിടിച്ച് ചെല്ലൂലേ, അതുപോലൊരു പ്രതിയായിരുന്നു ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് നേരത്തെ നടന്നത് ലൈവിൽ. അപ്പോൾ എന്താണെന്നല്ലേ, തട്ടുകടയും വണ്ടിയും എന്താ പറയുക, തട്ടുകട വണ്ടിയായിട്ട് ഒരു മാമനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാമൻ അപ്പോൾ ലൈവായിട്ട് തന്നെ പഴംപൊരി, അതുപോലെ തന്നെ ബോണ്ട, പരിപ്പ് വട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും കോഫിയും, ചായ വേണ്ടവർക്ക് ചായ, കാപ്പി വേണ്ടവർക്ക് കാപ്പി, ഇതെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഭരണിക്കകത്ത് പിന്നെ അതുപോലെ തന്നെ മുറുക്ക്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇത് കണ്ടതോടുകൂടി നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റെല്ലാം ഓടിയില്ല, ആർത്തി പിടിച്ച് പാഞ്ഞോടി 2 കൈ കൊണ്ടും കൈയിട്ട് വാരി തിന്നുന്ന ഒരു കാഴ്ച ഭയങ്കര രസമായിരുന്നു ഗൈസ്. അപ്പോൾ അതിനിടയ്ക്ക് എല്ലാവരും തിന്നു, കുറച്ച് പാട്ടൊക്കെ പാടി. അതിനിടയ്ക്ക് ഒരു കള്ളൻ വന്നു, നമ്മുടെ വാഴപ്പിണ്ടി കള്ളന്. പക്ഷേ ഒരു പശ്ചാത്താപമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മാറി മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, അനുമോളൻ്റെ ടാർഗറ്റ് അല്ല, അതുപോലെ തന്നെ അതിൽ നൂറേൻ്റെ ടാർഗറ്റ് അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ സൈലൻ്റായി. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ബിഗ് ബോസിൻ്റെ ഏതെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏതെങ്കിലും ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇനി അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഇത് തനിയെ പുറത്ത് പോകാതെ തന്നെ നാട്ടുകാരെ പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും കുറേ അങ്ങ് ഒതുങ്ങി, കണ്ടിട്ട് ഒരുപാട് ഒതുങ്ങി, കുറേയല്ല ഒരുപാട് ഒതുങ്ങി. നിവിൻ ചാടിപ്പോയ നിവിൻ എന്തായാലും ഒതുങ്ങിയ നിവിന് കൊള്ളാം, പ്രേക്ഷകർ വീണ്ടും ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നിവിനെ പ്രേക്ഷകർ തന്നെ അടിച്ചു പുറത്താക്കും. അപ്പോൾ എന്തായാലും നിവിൻ അവിടെ കള്ളം പക്ഷെ മറന്നില്ല, ബാക്കി എല്ലാം ഒതുങ്ങിയെങ്കിൽ ആ മോഷണത്തിൻ്റെ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. കിച്ചണിൽ പോയിട്ട് ഒരു വട്ടി പോലൊരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് പതുക്കെ മുറുക്കും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോയി അവിടെ പിന്നെ ബെഡിൻ്റെ കബോർഡുണ്ടല്ലോ, കബോർഡിനകത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വിശേഷമായിട്ട് വന്നതാണ്. ഓക്കെ ഗായ്സ്.